ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കുഞ്ഞടുക്കളയിൽ ആദ്യം ചോറിനുള്ളത് അടുപ്പത്തായിട്ടുണ്ട്. പിന്നെ നമുക്ക് വിചാരിച്ച് ഇന്നൊരു ചിക്കൻ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അതിനുള്ളത് എടുത്ത് വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്ത് തോരത്തിന് ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ ചിക്കനും കുഞ്ഞുള്ളിയും തോരത്തിനുള്ള അരവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ലേശം ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ചിക്കനിൽ വെള്ളം ഇറങ്ങി ഒരൊറ്റ ഫിസിൽ ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ അരവെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു, നമുക്ക് അത് തോരൻ വെക്കാനാണ്. പിന്നെ മാങ്ങ വെച്ച് ഒരു ഒഴിച്ചൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച് അതിന് ഞാൻ മിക്സിയിൽ അരച്ചു കേട്ടോ. അപ്പോൾ ഒഴിച്ചൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിനും രണ്ടിനും കടുക് താളിച്ച് ഒഴിച്ചു ഞാൻ. അതിനുശേഷം കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞിരുന്നേ നമുക്ക്. അപ്പോൾ ഞാൻ വെള്ളം കോരി എടുക്കാനായിട്ട് പോയേ. ഇന്ന് ഞാൻ വിചാരിച്ച് പേരയിലിട്ട് വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴൊരു സമയം 6:15. അപ്പോൾ ശ്രീധുന് ഉണർത്താനുള്ള നേരമായിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിച്ചുണർത്തി. അതിന് ശേഷം കുറച്ച് അപ്പത്തിൻ്റെ മാവ് ബാലൻസ് ഇരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ഒരു വട്ടയപ്പം പോലെ ഉണ്ടാക്കി വെക്കുന്നത്. കാരണം വൈകുന്നേരം പിള്ളേർക്ക് എന്തെങ്കിലും വേണമല്ലോ കഴിക്കേ. അപ്പം ഞാൻ വട്ടയപ്പത്തിന് അത് അടുപ്പിലാക്കിയിട്ട് ദേവശ്രീയുടെ ടൈം ടേബിളൊക്കെ നോക്കി വെച്ചു. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ശ്രീദേവിന് കുറച്ച് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നേ, സയൻസിൽ അതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മുടെ കുഞ്ഞടുക്കള പരിപാടികളെല്ലാം കഴിയാറായതുകൊണ്ട് അവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത്. പിന്നെ പ്രമോദൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിപ്പോയി. അപ്പോൾ ഇന്ന് ഇത് ഇടണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ അത് വെച്ച് കൊടുത്തിട്ടോ. കുറേ ദിവസമായത് പൊട്ടിയിട്ട്. പിന്നെ ഉപ്പുമാവായിരുന്നേ കാപ്പിക്ക്, അത് കഴിക്കുന്ന പാടാണ്. അപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം പിള്ളേർ വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ലഞ്ച് ബോക്സ് എല്ലാം നിറച്ചു. പിന്നെ അപ്പോഴും ദേവുത കുളിച്ചിട്ട് വന്നൊരു ബെഡ്ഷീറ്റും പുതച്ചുകൊണ്ട് നിൽപ്പുണ്ടേ. അവൾക്ക് തണുക്കണം രാവിലെ ആയതുകൊണ്ട്. പിന്നെ ഉപ്പുമാവും പഴവും ചായയും കൂടെ അവരെ പോയതിന് ശേഷം ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ച്. എന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കളയും ക്ലീൻ ചെയ്തേ. അത് കഴിഞ്ഞിട്ട് അടിച്ചു വാരക്കുമായിരുന്നു കേട്ടോ. അടിച്ചു വാരലും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീട് വൃത്തിയാവും കേട്ടോ. അത്രയും ജോലി ചെയ്ത് തരുമ്പോൾ നമ്മുടെ വീട്ടിനകത്തുള്ള പരിപാടി എല്ലാം കഴിയും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് വിളക്കും കൂടെ തേച്ച് വയ്ക്കാം. ഇന്ന് ഷഷ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വിളക്കൊക്കെ തേച്ച് വെച്ചിട്ട് വൈകിട്ട് അമ്പലത്തിൽ പോകണമെന്നൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. നടക്കുമെന്ന് അറിയില്ല. പിന്നെ ഞാനൊരു ഡ്രസ്സ് എടുത്ത് ഞാനങ്ങനെ തേക്കണം പതിവില്ല. പക്ഷേ ഇന്നത് ഉടഞ്ഞിരുന്നുകൊണ്ട് ഒന്ന് തേച്ച് എന്നിട്ട് നേരെ യോഗ സ്ഥലത്തോട്ട് പോയി. അതിനുശേഷം വന്നതിന് ശേഷം ഞാനേ ചോറ് കഴിച്ചു. വന്ന ഉടനെ ഞാൻ ചോറ് കഴിച്ചു. എനിക്ക് വേറെ വിശക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ബിഗ് ബോസ് കണ്ടുകൊണ്ടായിരുന്നു ചോറ് കഴിച്ചത്. അപ്പോൾ ബിഗ് ബോസ് നിങ്ങളെല്ലാം കാണാറുണ്ടോ? അത് കഴിഞ്ഞിട്ട് കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കി ഞാൻ ഇവിടെ തോരാനിട്ട്. കാരണം അവിടെ അശയിൽ വിരിക്കാനുള്ള ഇടം ഇല്ല നമുക്ക്, അത്രയ്ക്ക് കിടപ്പുണ്ട്. പിന്നെ അവിടെ എല്ലാം അടിച്ചു വാരി, നല്ല കാറ്റുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ അടിച്ചു വാരി കേട്ടോ. എന്നിട്ട് എനിക്ക് കുളിക്കണമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഇനി കുളിച്ചതിന് ശേഷം എനിക്ക് അടിച്ചു വാരാനൊന്നും വലിയ താല്പര്യമുള്ളതല്ല കേട്ടോ. എല്ലാ ജോലി ഒതുക്കിയിട്ട് കുളിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോഴേക്ക് സമയം 3:30 മക്കൾ വരാറായി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിഷയം.